മക്കളെ, ഇന്നലെ ജനുവരി 21 അതായത് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരാനിരുന്ന ദിവസം. പക്ഷേ റെയിൽവേ 10 ദിവസം കൂടെ നോട്ടിഫിക്കേഷൻ നീട്ടിവെച്ചായിരുന്നു. അതായത് ജനുവരി 31 22,000+ വേക്കൻസിയുമായിട്ട് ഗ്രൂപ്പ് ഡിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ എത്താൻ പോവുകയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളൊരു അറ്റംപ്റ്റ് കൊടുക്കുന്നില്ലേ? 22,000 വേക്കൻസി ഉണ്ട്. 22,000 വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വേക്കൻസി അല്ല കേട്ടോ. NTPC ഗ്രാജുവേറ്റും NTPC അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ചേർത്ത് എടുക്കുകയാണെങ്കിൽ 8,800 വേക്കൻസി മാത്രമേ ഉള്ളൂ. അതായത് NTPSയെക്കാളും 3 മടങ്ങ് വേക്കൻസിയിലാണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എത്താൻ പോകുന്നത്. സോ ഫിസിക്കൽ കൂടെ ഉള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് താഴെയായിരിക്കും. എന്ന് വെച്ചാൽ നിലവിലെ പരീക്ഷ എടുക്കുകയാണെങ്കിൽ 70 മാർക്കാണ് എല്ലാവരും കട്ട് ഓഫ് പ്രവചിക്കുന്നത്. എന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്, 100 മാർക്കിൽ 70 മാർക്ക് മേടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ? യെസ്, ഉറപ്പായിട്ടും പറ്റും. NTPC പോലെ വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, SSC പോലെ കിട്ടാത്ത, അതായത് അത്രയും എഫേർട്ട് കൊടുത്ത് പഠിക്കേണ്ട ഒരു നോട്ടിഫിക്കേഷൻ അല്ല, ഒരു എക്സാം അല്ല ഗ്രൂപ്പ് ഡി. നിങ്ങളൊരു 6 മാസം മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ, 6 മാസം എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ വെച്ച് മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ 2027 ആദ്യം നിങ്ങൾ സർവീസിൽ കയറുമ്പോൾ 40,000+ സാലറി നിങ്ങൾക്ക് മേടിക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 40,000+ സാലറി. കാരണം പുതിയ പേ കമ്മീഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ 40,000+ സാലറിയാണ് ഒരു ലെവൽ 1 പോസ്റ്റായ ഗ്രൂപ്പ് ഡിക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ ഒരു കാര്യം ഓർക്കാം, കേരള PSCയുടെ ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആദ്യം കയറുന്ന സമയത്ത് 36,000 ആയിരിക്കും നിങ്ങൾ കയ്യിൽ മേടിക്കുന്ന സാലറി. അതായത് അതിനേക്കാളും സാലറിയോടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് 2027 മാറാൻ പറ്റും. റെഡിയല്ലേ? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലെ ഉത്തരം റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ഗ്രൂപ്പ് ഡി ബാച്ചിൽ നിങ്ങൾ കൂടെ കുടിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സസ് കിട്ടും. ഏറ്റവും നല്ല ക്ലാസ്സസ് എന്ന് വെച്ചാൽ മലയാളത്തിലും ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, ഇംഗ്ലീഷിലും ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ചിന്തിക്കത്തില്ലേ, എന്തിനാണ് 2 ലാംഗ്വേജിലെ ക്ലാസ് വരുന്നത്? റീസൺ ഇത്രയേ ഉള്ളൂ, NCERT നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പാടുള്ള ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതായത് ഒരു NCERT ഇംഗ്ലീഷ് സ്കൂൾ ടെക്സ്റ്റ് എടുത്തിട്ട് പഠിപ്പിച്ചാൽ മേ ബി എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിലും കൂടെ ആകുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല, ഒരു ടീച്ചർ ക്ലാസ്സിനകത്ത് എന്തൊക്കെ പഠിപ്പിക്കുന്നോ അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആണ് നമ്മുടെ ബാച്ചിനകത്ത് കൊടുക്കുന്നത്. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്, അതേപോലെ തന്നെ ഏറ്റവും നല്ല നോട്ട്സ്, ഏറ്റവും നല്ല ക്ലാസ്, അതേപോലെ റിവിഷൻ, എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്കുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ. അങ്ങനെ എല്ലാമായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ഗ്രൂപ്പ് ഡി പുതിയ ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പൊ കൂടെ കൂടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2027 ആദ്യം തന്നെ നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. അപ്പോൾ എന്റെ ചോദ്യം നിങ്ങളോടാണ്, 7 മാസം മാറ്റിവെക്കാൻ റെഡിയാണോ? ആണെങ്കിൽ യെസ് എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം.